മൊബൈൽ സ്ക്രീനിൽ നിന്ന് മാറി പുസ്തകത്തിന്റെ മണമുള്ള വായനാ ലോകത്തിലേക്ക് നടന്നു കയറാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു വായനാ ദിനം. ഇന്ന് ജൂൺ 19, ലോക വായനാ ദിനം. വായന മങ്ങിപ്പോയ ഈ കാലത്ത് KVM സ്കൂളിലെ കുഞ്ഞുമക്കൾക്ക് ഓർത്തിണക്കിയ അക്ഷരമുറ്റമിതാ. ജൂൺ 19 വായനാ ദിനം. വായന അറിവിന്റെ വാതിലാണ്. പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും നമ്മുടെ അറിവും ചിന്താശേഷിയും വർദ്ധിപ്പിക്കാനും കഴിയും. നല്ല പുസ്തകങ്ങൾ നല്ല മനുഷ്യരാകാൻ നമ്മളെ സഹായിക്കും. കേരളത്തിലെ വായനാ സംസ്കാരം വളർത്താൻ ഏറെ പ്രവർത്തിച്ച വ്യക്തിയാണ് PN പണിക്കർ. അദ്ദേഹത്തിന്റെ ചരമദിനമായ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നു. നാം എല്ലാവരും കുറച്ചു സമയം വായനയ്ക്കായി മാറ്റിവെക്കണം. പുസ്തകം നമ്മളുടെ ഏറ്റവും നല്ല സുഹൃത്താണ്. എല്ലാവർക്കും എന്റെ വായനാ ദിന ആശംസകൾ. ഐരാവതം, ഐക്യം, ഐശ്വര്യം, ഓല, ഓണം, ഓട്, അക്ഷരം, വിദ്യ, പുസ്തകമെന്ന ചിപ്പിക്കുള്ളിൽ വിജ്ഞാനങ്ങൾ പലതാണ്. കഥകൾ, കവിതകൾ, പാട്ടുകളെല്ലാം പലതരം അറിവാണ്. അക്ഷരമധുരം നുണയാനായി പുസ്തക വായന ശീലിക്കാം. അറിവില്ലെങ്കിൽ നാമില്ല, അറിവിൽ അഹന്തം പാടില്ല, പുസ്തകമെല്ലാം വായിക്കാം. 19 വായനാ ദിനം. മലയാളിയെ വായന പഠിപ്പിച്ച് വായനാശീലമുള്ളവരാക്കി തീർത്ത മഹാനായ PM പണിക്കരുടെ ചരമദിനമായി ജൂൺ 19 കേരളം വായനാ ദിനമായി ആചരിക്കുന്നു. വായന മനുഷ്യനെ പൂർണ്ണനാകുന്നു. വായനയിലൂടെയും എഴുത്തിലൂടെയും പരമാവധി അറിവ് നേടുക. എല്ലാവർക്കും വായനാ ദിന ആശംസകൾ. കസേര, കപ്പൽ, കടൽ. മകം, മുഖം, സുഖം. ഗദ, ഗണിതം, ഗന്ധം. ഇക്ക, ഘർഷണം, ഗണം. ചക്ക, ചങ്ങാതി, ചലച്ചിത്രം. ചത്രം, ചായ, ഛത്രപതി. ജശം, ജഡതി, ജക്കാരം. ഞാൻ, ഞായർ, ഞങ്ങൾ. കടൽ, പട. പീഠം, പാടം, മട്ട. ഡയറി, ഡൽഹി, ഡാൻസ്.
ബലൂൺ വലുത്. ബലൂൺ ബാലൻ ബലം. ബലൂൺ ബലൻ ബാലൻ. ഭക്തി ഭരണി. മഴ മഴ മൈ. യാത്ര യജമാൻ യന്ത്രം. യാത രഥം രാത്രി. ഇല മാല വല. വര വെള്ളം വല. ശലഭം ശരം ശക്തി. ഷട്ട് മഷി കഷായം. സന്തോഷം സമ്മാനം സത്യം. വള തവള കിളി. ഹംസം ഹാരം മരണം. മഴ വാര പഴം. ഇന്ന് ജൂൺ 19 വായനാ ദിനം. പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായാണ് നമ്മൾ ഈ ദിവസം ആഘോഷിക്കുന്നത്. വായിച്ചു വളരുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം. പുസ്തകങ്ങൾ നമ്മുടെ ഏറ്റവും നല്ല കൂട്ടുകാരാണ്. എന്റെ കഥയുടെ പേര് ചിന്നുവും ചിരിക്കുന്ന പുസ്തകം. ചിന്നു എന്ന് പറയുന്ന കുട്ടി എന്താണ്? അവൾ എപ്പോഴും മൊബൈൽ ഫോണും ടിവിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവളമ്മ ബുക്ക് വായിക്കാൻ കൊടുത്ത് അത് ദൂരോത്ത് വലിച്ചെറിയുകയാണ്. ഒരു ദിവസം ചിന്നു മുടി തടിച്ചിരുന്നപ്പോ ഒരു കടിച്ചിട്ട് കേട്ടു. അവൾ എല്ലാവരും നോക്കി. അവൾ മേശപ്പുറത്ത് തന്നെ ഒരു ബുക്കിൽ നിന്നാണ്. അവൾ അവിടെ പോയി നോക്കി. ആ ബുക്ക് ചിന്നു പറഞ്ഞു, എന്തിനാ കരയുന്നതെന്ന്. ബുക്ക് പറഞ്ഞു, എൻ്റെ ഉള്ളിൽ കുറെ കഥകളും പടങ്ങളും ചിത്രങ്ങളും ഉണ്ട്. പക്ഷെ നീ എന്നെ തുറന്നു നോക്കാറില്ലല്ലോ പറഞ്ഞു. അപ്പൊ ചിന്നുക്ക് പാവം തോന്നി. ചിന്നു ആ ബുക്ക് തുറന്നു നോക്കി. ആടിമ കുറെ കഥ എന്താണ്? ആടിമത്തെ കഥ ഒരു മുരുകന്റെ കഥയാണ്. ചിന്നു ചിരിച്ചു. ബുക്കിന് സന്തോഷമായി. അന്ന് തൊട്ട് ചിന്നു മൊബൈൽ ഫോൺ മാറ്റി ബുക്ക് വായിക്കാൻ തുടങ്ങി. ക്ലാസ്സിൽ ഫസ്റ്റായി. നമുക്കും മൊബൈൽ ഫോൺ മാറ്റി ബുക്ക് വായിക്കാം. ഒരിക്കൽ ഒരു കാട്ടിലൊരു മരം ഉണ്ടായിരുന്നു. അതിൽ 2 ഇണക്കിളികൾ താമസിച്ചിരുന്നു. അവര് രണ്ടുപേരും നല്ലവരായിരുന്നു. ഒരിക്കൽ ഒരു കാട്ടാന കാടിലേക്ക് നടന്നു വന്നു. അപ്പോൾ എല്ലാ മൃഗങ്ങളെയും അവൻ ഓടിച്ചു. അപ്പോൾ ആ ഇണക്കിളികളുടെ മരം അവൻ കുലുക്കി. അത് ആ ഇണക്കിളികളുടെ വീടും അതിലെ മുട്ടകളും താഴിട്ടു പൊളിച്ചു. അപ്പോൾ ആ 2 ഇണക്കിളികളിലെ ആൺകിളി പറഞ്ഞു, എനിക്കൊരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തൊരു മരംകുത്തിയാണ്, അങ്ങോട്ടേക്ക് വന്നോളൂന്ന്. അപ്പോൾ രണ്ടുപേരും അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്നു. എന്നിട്ട് മരംകുത്തി എടുത്ത് കാര്യം പറഞ്ഞു. മരംകുത്തിയാണെങ്കിൽ ഇത് കേട്ടു. മരംകുത്തി പറഞ്ഞു, എനിക്കൊരു കൂട്ടുകാരനുണ്ട്. അവനൊരു തവളയാണ്. അവനെ നമുക്ക് പോയി കാണാം. അവനാണെങ്കിൽ എല്ലാം പറഞ്ഞു തരും. അങ്ങനെ 3 പേരും അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ 3 പേരും അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോഴാണെങ്കിൽ തവളയോട് കാര്യം പറഞ്ഞു. തവള പറഞ്ഞു, എനിക്കൊരു കൂട്ടുകാരനായിട്ടുള്ള കൊതുകുണ്ട്. അവന്റെ അടുത്ത് ചോദിച്ചാൽ മതിയെന്ന്. കൊതുക് ബുദ്ധി പറഞ്ഞു കൊടുത്തു. അത് തവള വിശദമാക്കി ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തു. ആന ഉറങ്ങുന്ന സമയം കൊതുകാണെങ്കിൽ ആനയുടെ ചെവിയിൽ ഒരു നല്ല മൂളല് മൂളി. അപ്പോൾ ഒരു സമയത്തിന് മുമ്പ് തന്നെ മരംകൊത്തി ആ ആനയുടെ 2 കണ്ണും കുത്തിപ്പൊട്ടിച്ചു. ആ ആനയ്ക്ക് കണ്ണ് കാണാതെ ഓരോ മരത്തിലും ചെന്നിടിച്ചു. ആ ആനയ്ക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ തവളയാണെങ്കിൽ ഒരു കുഴിയിലടുത്ത ഒരു പാറയിൽ നിന്ന് പേക്രോന്ന് വിളിച്ചു. അപ്പോൾ ആനയ്ക്ക് മനസ്സിലായി അവിടെ വെള്ളമുണ്ടെന്ന്. ആന വെള്ളത്തിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ആന ആ കുഴിയിൽ വീണു. അങ്ങനെ ആനയ്ക്ക് പരിക്ക് പറ്റി.